ശമൂവേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനമാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 2 വേഴ്സ് 8. ആമി 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനം. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. മതി. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം വിശുദ്ധ വേദപുസ്തകം പഠിച്ചിട്ടുള്ള ഓരോ ദൈവമക്കളും ഒട്ടനവധി വട്ടം വായിച്ചിട്ടുള്ളതാണ് ശമൂവേലിന്റെ പുസ്തകം. 1-ാം അധ്യായം തുടങ്ങുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ആ കുടുംബം ഇങ്ങനെ അനുഗ്രഹ സമൃദ്ധി നിൽക്കുമ്പോൾ അവരുടെ കുടുംബത്തിനകത്തൊരു ദുഃഖം നിലനിൽക്കുക. ആ ദുഃഖം എന്താണെന്നറിയാമോ? കുടുംബജീവിതത്തിൽ തലമുറയില്ല എന്നൊരു ദുഃഖം. ആ ദുഃഖം നിലനിൽക്കെ തന്നെ ആ ദുഃഖമുള്ള ആൾക്കൊരു എതിരാളി ആ വീട്ടിൽ എഴുന്നേൽക്കുകയാണ്. എതിരാളി എഴുന്നേറ്റപ്പോൾ തന്നെ മറുഭാഗത്ത് ആമി ദുഃഖിച്ചവളെ സ്വാന്തനപ്പെടുത്തുന്ന ഒരു ഭർത്താവിനെയും ദൈവം അവിടെ എഴുന്നേൽപ്പിച്ചു. എപ്പോഴും ഓർത്തോണം, എതിരികൾ എഴുന്നേൽക്കുമ്പോൾ നിന്നെ സ്വാന്തനപ്പെടുത്താനും ഒരാളെ ദൈവം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. വേദപുസ്തകം നാം ഈ പഠിച്ചു കഴിയുമ്പോൾ ആമി ദൈവത്തിന് സ്തോത്രം, ദാവീദിനെതിരെ എഴുന്നേറ്റപ്പോഴും ആമി ഒരു യോനാഥാനെ സ്വാന്തനപ്പെടുത്താൻ ദൈവം എഴുന്നേൽപ്പിച്ചു. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ ദുഃഖം തിരിച്ചറിയാൻ ആർക്കും കഴിയാതിരിക്കുമ്പോൾ ആമി നിന്നെ വേദനിപ്പിക്കുവാൻ ചില എതിരാളികൾ എഴുന്നേൽക്കുമ്പോൾ പ്രയർ നിർത്തുവല്ല, പ്രയർ കൂട്ടണം. ഈ 1-2 അധ്യായങ്ങളിൽ തരുന്നൊരു ചിത്രമുണ്ട്. നിനക്ക് മറുപടി തരുന്നത് മനുഷ്യനല്ല, ദൈവമാണെന്നൊരു ചിത്രം. ഈ ദിവസങ്ങളിൽ ഒരു ദൂത് ഞാൻ നിന്നോട് പറയാം. എതിരാളികളുടെ എണ്ണം വർദ്ധിച്ചാലും എതിരുകളുടെ എണ്ണം വർദ്ധിച്ചാലും നീ പേടിക്കരുത്. നിന്റെ പ്രയർ നിർത്തരുത്. നിന്റെ പ്രയർ നടന്നുകൊണ്ടേയിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ എതിരുകളുടെ നടുവിലാണ് ആ സ്ത്രീ പ്രാർത്ഥിക്കാൻ പഠിച്ചത്. ഈ 1-2 അധ്യായങ്ങൾ തരുന്നൊരു ചിത്രമുണ്ട്. പ്രാർത്ഥനയുടെ മറുപടി ദൈവം അവിടെ കയ്യിൽ കൊടുത്തു. കയ്യിൽ മറുപടി കിട്ടിയവള് ഹല്ലേലൂയ നന്ദി കൊണ്ട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ് 2-ാം അധ്യായത്തിലെ പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒന്ന് വായിച്ചു തുടങ്ങാം. 2-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. ഞാൻ തുടക്കത്തിലെ ദൂത് തുടങ്ങുക, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. അടുത്തിരിക്കുന്ന ആളെന്ന് തൊട്ടേച്ച് പറ, ആനന്ദിക്കാനുള്ള വക ഉണ്ടാകുമെന്ന് പറ. ഹല്ലേലൂയ. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയുടെ ഒടുവിൽ നടക്കാൻ പോകുന്ന കാര്യം പറയാം. നിനക്ക് ആനന്ദിക്കാനുള്ള വക ഉണ്ടായി വരും. എത്ര പേര് അതിന് ആമേൻ പറയാൻ പറ്റും? ഇന്നിവിടുന്ന് പോകുന്നതിന് മുമ്പ് നിന്റെ കുഞ്ഞിൻ്റെ കാര്യത്തിലൊരാനന്ദം, നിന്റെ വീടിൻ്റെ കാര്യത്തിലൊരാനന്ദം, നിനക്ക് ആനന്ദിക്കാനുള്ള വകയുണ്ടാകും. തീർന്നില്ല, വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. ഓ, ഇതിനും ഒരാമയും പറയണം. തല കുനിക്കാൻ പോവല്ല, നിവർത്താൻ പോകുകയാ. എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. എന്റെ വായ ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു. നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇങ്ങനെ വായിച്ചാൽ അധ്യായം മുഴുവൻ തുള്ളിച്ചാടുന്ന വാക്യങ്ങളാണ്. അവൾ അവിടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞ 3 സന്ദേശങ്ങളാണ് അടുത്ത മിനിറ്റുകളിൽ നിങ്ങളോട് പറയാൻ പോകുന്നത്. അവൾ പറയുകയാണ്, അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തും, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തും, പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തും. 3 ദൂത് ഞാൻ വെളിപ്പെടുത്താം. അവൾ വെളിപ്പെടുത്തുക, എനിക്കൊരു ദൈവമുണ്ട്. ആരാന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. അവൻ നിവർത്തുന്ന ദൈവമാണ്, അവൻ ഉയർത്തുന്ന ദൈവമാണ്. തീർന്നില്ല, അവൻ ഇരുത്തുന്ന ദൈവമാണ്. ഓ ഹല്ലേലൂയ. അവൻ കൈയൊന്ന് ഉയർത്തി പിടിച്ച് പറ, എൻ്റെ ദൈവം എന്നെ നിവർത്താൻ പോകുകയാ, എൻ്റെ ദൈവം എന്നെ ഉയർത്താൻ പോകുകയാ, എൻ്റെ ദൈവം എന്നെ പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്താൻ പോകുകയാ,
ഇന്ന് ഈ ദൂത് ആശീർവാദം പറയുന്നതിന് മുമ്പ് എവിടൊക്കെ നീ തല കുനിച്ചോ അവിടൊക്കെ നീ നിവരന്ന് നിൽക്കാൻ പോകുകയാ.